പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതിനാൽ നിങ്ങളും ജാഗരൂകരായിരിക്കണം എന്നരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും വന്ദനം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പ്രകൃതിയുടെ നാശവും ആത്മാക്കളുടെ തകർച്ചയും എന്നതിനെക്കുറിച്ചാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ നിമിഷങ്ങളിൽ സ്വർഗത്തിൽ നിന്നും വെളിപാടിൻ്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. സകല ജ്ഞാനവും വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ബോഷ്ക് ചിന്തകളും മൂഢചിന്തകളും വിട്ടുപേക്ഷിച്ച് ദൈവത്തിൻ്റെ തെളിഞ്ഞ ചിന്തകൾ സ്വീകരിക്കാൻ തക്കവിധം പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഈ മണിക്കൂറുകൾ അനുഗ്രഹത്തിൻ്റെയും വിടുതലിൻ്റെയും മണിക്കൂറുകളാക്കി പരിശുദ്ധാത്മാവെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയോടും ഈ ആത്മീയ ശുശ്രൂഷയോടും കൂട്ടുചേരുന്ന സകല കുടുംബങ്ങളെയും വ്യക്തികളെയും പരിശുദ്ധാത്മാവെ അനർഘങ്ങളായ സമ്മാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. അതിനുവേണ്ടി ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തളർന്നിരിക്കുന്നവരും
മടുത്തിരിക്കുന്നവരും ആത്മീയ കാര്യങ്ങളിൽ നിന്ന് പിന്മാറ്റത്തിലേക്ക് പോയവരും ദൈവിക കാര്യങ്ങളോട് തുറവിയില്ലാതെ പോയവരുമായ സകല മക്കളെയും പരിശുദ്ധാത്മാവെ അവിടുന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ ഹാലലുയ ഹാലലുയ. യേശുവെ ആരാധന, യേശുവെ ആരാധന. വംശങ്ങളെയും കുടുംബങ്ങളെയും ഉണർത്തണമേ. നിത്യരക്ഷയുടെ അഭിഷേകം നഷ്ടപ്പെട്ട മക്കൾക്ക്, നിത്യരാജ്യത്തിന് വേണ്ടി വേല ചെയ്യാനുള്ള അഭിഷേകം നഷ്ടപ്പെട്ട മക്കൾക്ക് ഇപ്പോൾ പുതിയ അഭിഷേകങ്ങൾ നൽകി ഉണർത്തണമേ കർത്താവേ. ഹാലലുയ ഹാലലുയ. മന്ദത മാറിപ്പോകട്ടെ, മരവിപ്പ് മാറിപ്പോകട്ടെ, ആത്മീയ തീഷ്ണത കൊണ്ട് കത്തി ജ്വലിക്കട്ടെ. ഹാലലുയ ഹാലലുയ ഹാലലുയ. യേശുവേ സ്തോത്രം സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹാലേലുയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രപഞ്ചത്തിൻ്റെ നാശത്തിന് കാരണമാകുന്ന 2 കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒന്ന്, മനുഷ്യൻ്റെ പാപം. മനുഷ്യൻ്റെ പാപം വർദ്ധിക്കും തോറും ഈ ഭൂതലം ശാപഗ്രസ്തമായി മാറും. ഈ ഭൂതലത്തിൻ്റെ മേൽ മനുഷ്യൻ്റെ പാപം വർദ്ധിക്കുമ്പോൾ അതിൻ്റെ അടയാളം ഈ ഭൂതലത്തിൻ്റെ മേൽ പ്രത്യക്ഷപ്പെടും. മനുഷ്യൻ്റെ പാപം വർദ്ധിക്കുമ്പോൾ അതിൻ്റെ നാശം താങ്ങുന്ന ഒരു വേദിയാണ് ഈ ഭൂതലം, ഈ ഭൂമി. പ്രൈസ് ദ ലോർഡ്. ഇത് നമ്മൾ യെശയ്യായുടെ പുസ്തകത്തിൽ 24-ാം അധ്യായത്തിൽ 5 മുതലുള്ള വാക്യങ്ങളിൽ കാണുകയാണ്. ലോകമാകെ വാടിക്കൊഴിയുന്നു, ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു, ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. അതാണ് അതിൻ്റെ കാരണം. ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. അവർ നിയമം ലംഘിക്കുന്നു, കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുന്നു, അങ്ങനെ ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ഭൂമിയെ ശാപം വിഴുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരുന്നു, ചുരുക്കം പേർ മാത്രം അവശേഷിക്കുന്നു. വീണ്ടും 24-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ വിറകൊള്ളുന്നു, ഭൂമി നിശേഷം തകർക്കപ്പെട്ടിരിക്കുന്നു, അത് ഛിന്ന ഭിന്നമായി, അത് പ്രകമ്പനം കൊള്ളുന്നു. ഭൂമി ഒരു ഉന്മത്തനെ പോലെ ആടി ഉലയുന്നു, കുടിൽ പോലെ ഇളകിയാടുന്നു. അത് താങ്ങുന്ന അകൃത്യം അത്രയും വലുതാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഈ ഭൂതലത്തിൻ്റെ മേൽ വരുന്ന സകല വ്യത്യാസങ്ങളുടെയും പിന്നിൽ ഈ ഭൂതലം പേറുന്ന അകൃത്യത്തിൻ്റെ ഭാരമുണ്ട്. എങ്ങനെയാണ് ഈ അകൃത്യം ഭൂതലത്തിൻ്റെ മേലുണ്ടായത്? ഓരോ മനുഷ്യനും ചെയ്തു കൂട്ടിയത് തന്നെ. ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹവും ചെയ്തു കൂട്ടുന്ന ഓരോ ദുഷ്ടതയുടെയും ഓരോ തിന്മയുടെയും ഓരോ അകൃത്യത്തിൻ്റെയും ഭാരം ഈ ഭൂതലത്തെ ശാപഗ്രസ്തമാക്കുന്നു. ഹാലലുയ്യ ഹാലലുയ്യ. വചനം പഠിപ്പിക്കുകയാണ്, അത് താങ്ങുന്ന ഭാരം, അത് താങ്ങുന്ന അകൃത്യം അത്ര ഭാരമേറിയതത്രേ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭൂതലത്തെ നശിപ്പിക്കാൻ, ഈ ഭൂതലത്തിൻ്റെ നാശത്തിന് കാരണമായി ഓസോൺ പാളികളിൽ വിള്ളലുണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ഈ ഭൂതലത്തിന് നാശമുണ്ടാകാൻ വേണ്ടി മറ്റ് പലതരത്തിലുള്ള മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ ഈ ഭൂതലത്തിന് നാശത്തിന് കാരണമാകുമെന്ന് കേട്ടിട്ടുണ്ട്. പല കമ്പനികളുടെയും പുകയും, പല കമ്പനികളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ്, പലതരത്തിലുള്ള വാതകങ്ങളുടെ ബഹിർഗമനമൊക്കെ ഈ പ്രപഞ്ചത്തിന് നാശത്തിന് കാരണമാകുമെന്ന് പത്രങ്ങളിൽ, ലേഖനങ്ങളിൽ നിങ്ങൾ വായിച്ചു കേട്ടിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, ഈ ഭൂതലത്തെ നശിപ്പിക്കുന്ന അടിസ്ഥാനപരമായ നശീകരണ ശക്തി മനുഷ്യകുലത്തിൻ്റെ പാപമത്രേ. മനുഷ്യർ ചെയ്യുന്ന പാപം ഈ ഭൂതലത്തിൻ്റെ മേൽ താങ്ങാൻ പറ്റാത്തത്ര വലിയ ഭാരമായി മാറുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യെശയ്യായുടെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനം വീണ്ടും പഠിപ്പിക്കുകയാണ്. യെശയ്യായുടെ പുസ്തകം 33-ാം അധ്യായം 7 മുതൽ 9 വരെ വാക്യങ്ങൾ. വചനം പഠിപ്പിക്കുന്നു, ഇതാ സമാധാന ദൂതന്മാർ കൈപ്പോടെ കരയുന്നു, ഇതാ ഉടമ്പടികൾ ലംഘിക്കപ്പെടുന്നു, ഇതാ സാക്ഷികൾ വെറുക്കപ്പെടുന്നു, ഇതാ മനുഷ്യനെക്കുറിച്ച് യാതൊരു പരിഗണനയും ഇല്ലാതെ പോയിരിക്കുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിച്ച് കരയുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിച്ച് കരയുന്നു. ഈ കേരളത്തിൽ വടക്ക് മുതൽ തെക്ക് വരെ, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഓരോ അക്രമങ്ങൾ ചെയ്ത് അക്രമത്തിൻ്റെ ദുരന്തം പേരുന്ന പാവപ്പെട്ടവരുടെ കണ്ണുനീര് അലമാലകൾ പോലെ ഉയരുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഓരോ മരങ്ങൾ വെച്ച് ഇവിടുത്തെ പരിസ്ഥിതി പുനഃസ്ഥാപിക്കാമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഇതാ സമാധാന ദൂതന്മാർ കൈപ്പോടെ കരയുന്നു, ഇതാ ഉടമ്പടികൾ ലംഘിക്കപ്പെടുന്നു,
ഇതാ പാവങ്ങൾ പുറംപോക്കിൽ നിന്ന് വലിച്ചിറക്കപ്പെടുന്നു. അവരുടെ കണ്ണുനീര് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒഴുകുമ്പോൾ ഇവിടുത്തെ പരിസ്ഥിതി പുനഃസ്ഥാപനത്തിന് അവിടെയും ഇവിടെയും ഒരു മരം വെച്ചാൽ അത് നടക്കുമെന്ന് ചിന്തിച്ച് വശാകരുത്. മനുഷ്യൻ്റെ അകൃത്യം, ഭരണാധികാരികളുടെ അകൃത്യം, സഭാധികാരികളുടെ അകൃത്യം, നേതൃത്വ നിരയുടെ അകൃത്യം ആ ദേശത്തിൻ്റെ മേൽ അകൃത്യഭാരമായി ആ ദേശത്തെ ശൂന്യമാക്കി കളയുമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പഠിപ്പിക്കുകയാണ്, ഇതാ ദേശം ദുഃഖിച്ച് കരയുന്നു. ആ ദേശത്തിൻ്റെ മേൽ പകർച്ചവ്യാധികളും ആ ദേശത്തിൻ്റെ മേൽ മഹാമാരികളും അതിവൃഷ്ടിയും അതികഠിന വരൾച്ചയും വന്ന് ആ ദേശം ദുഃഖിച്ച് കരയാൻ ഇടവരുമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. വീണ്ടും വചനം പഠിപ്പിക്കുന്നു, ലെബനോൻ ലജ്ജയാൽ തളരുന്നു, ഷാരോൺ മരുഭൂമി പോലെയായി മാറുന്നു. ഷാരോൺ എന്ന് പറഞ്ഞാൽ ലോകോത്തര പുഷ്പങ്ങളുണ്ടാകുന്ന താഴ്വരയാണ്. ഷാരോനിലെ റോസപ്പൂ ലോകോത്തര പ്രസിദ്ധിയാർജിച്ച പുഷ്പമാണ്. ഷാരോൺ ലോകോത്തര പുഷ്പങ്ങളുടെ താഴ്വരയാണ്. സമൃദ്ധിയുടെയും ശീതളമയുടെയും തണുപ്പിൻ്റെയും ഫലപുഷ്ടിയുടെയും സമൃദ്ധിയുടെയും താഴ്വര. അങ്ങനെയുള്ള താഴ്വരകൾ മനുഷ്യൻ്റെ പാപം പെരുകുമ്പോൾ ഫലപുഷ്ടിയുള്ള താഴ്വരകൾ മരുഭൂമി പോലെയായി മാറുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇവിടെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ വയൽ നികത്തുന്നതാണ് ഈ പ്രകൃതി സന്തുലിതാവസ്ഥ തെറ്റിക്കണമെന്ന് ധരിച്ച് വശാകണ്ട. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, മനുഷ്യൻ്റെ അകൃത്യം, ഭരണാധികാരികളുടെ അകൃത്യം ദേശത്തെ മരുഭൂമി പോലെയാക്കി മാറ്റുന്നു. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തോടടുക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് അതികഠിനമായ വിധം പ്രകൃതിയിലെ താളം തെറ്റാൻ തുടങ്ങും. ജോയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലാണ് നാം ഇതിനെക്കുറിച്ച് കാണുന്നത്. ജോയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ വചനം പഠിപ്പിക്കുകയാണ്. ഇതാ കർത്താവിൻ്റെ മഹാദിനം അടുത്തു വരുന്നു. അത് നമ്മുടെ കൺമുമ്പിൽ നിന്ന് ഭക്ഷണവും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് ആഹ്ലാദ തിമർത്തും അപ്രത്യക്ഷമാക്കിയിരിക്കുന്നു. വിത്തുകൾ കട്ടകൾക്കിടയിൽ അമർന്നു പോയിരിക്കുന്നു. സംഭരണശാലകളും പത്തായങ്ങളും ശൂന്യമായിരിക്കുന്നു. ധാന്യം ഇല്ലാതായിരിക്കുന്നു. മൃഗങ്ങൾ ഞരങ്ങുന്നു. മേച്ചിൽ സ്ഥലമില്ലാതെ കന്നുകാലികൾ വലയുന്നു. ആട്ടിൻപറ്റങ്ങൾ നശിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു. വിജനപ്രദേശങ്ങളിലെ പുൽപ്പുറങ്ങളെ അഗ്നി വിഴുങ്ങിയിരിക്കുന്നു. മുമ്പെങ്ങും ഇല്ലാത്ത വിധം വലിയ വലിയ വനാന്തരങ്ങൾ അഗ്നിക്കിരയാകുന്ന സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് പത്രങ്ങളിലും ന്യൂസുകളിലും നിങ്ങൾ വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമാണല്ലോ. വനാന്തരങ്ങളെ അഗ്നി വിഴുങ്ങുന്നു. വനാന്തരങ്ങളിലെ അരുവികൾ വറ്റിപ്പോവുകയും പുൽപ്പുറങ്ങൾ അഗ്നിക്കിരയാവുകയും ചെയ്തതിനാൽ വന്യമൃഗങ്ങളും അവിടുത്തെ നോക്കി കേഴുന്നു. വനാന്തരങ്ങളെ അരുവികളും നദികളും തടാകങ്ങളും പോലും അപ്രത്യക്ഷമാകുമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് 2007 ജൂൺ മാസത്തിൽ പത്രത്തിലൊരു വാർത്ത വന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ചിലി എന്ന രാജ്യത്ത്, തെക്കേ അമേരിക്കയിലെ ചിലി എന്ന രാജ്യത്ത് 6-7 ഏക്കറോളം വലിപ്പമുള്ള വലിയൊരു തടാകം അപ്രത്യക്ഷമായി പോയ കാര്യം നിങ്ങൾ വായിച്ചിട്ടില്ലയോ? നദികളും തടാകങ്ങളും വലിയ വലിയ അരുവികളും ഉറവകളും അപ്രത്യക്ഷമാകും. മൃഗങ്ങൾ വെള്ളത്തിന് വേണ്ടിയും ഭക്ഷണത്തിന് വേണ്ടിയും കേണ് നിലവിളിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്തായി 2007 ഏപ്രിൽ മാസത്തിൽ ബ്രസൽസിൽ ലോക പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി. ആ സമ്മേളനത്തിൽ ലോക പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ലോകത്തിൽ കഠിനമായി വരൾച്ചയുണ്ടാവും, വെള്ളത്തിന് അതികഠിനമായി ക്ഷാമം ഉണ്ടാവും. ഭൂമിയിലെ 1/2 ജീവജാലങ്ങളും വെള്ളം കിട്ടാതെ നശിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൂമിയിലെ 1/2 ജീവജാലങ്ങളും വെള്ളം കിട്ടാതെ നശിച്ചു പോകും. 2007 ഏപ്രിൽ മാസത്തിൽ TV തുറന്നപ്പോൾ TV-യിൽ ചില വാർത്തകൾ കാണുവാൻ അച്ഛനിട വന്നു. ചില വിവരണങ്ങൾ കാണുവാൻ അച്ഛനിട വന്നു. അതിൽ കാണിച്ചിരിങ്ങനെയാണ്, ചില നദികൾ കിലോമീറ്റർ വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകിയ ചില നദികൾ കിലോമീറ്ററുകളോളം മണലാരണ്യം പോലെ ചുട്ട് തപിച്ച് കിടക്കുന്ന കാഴ്ച 2007 ഏപ്രിൽ മാസത്തിൽ TV-യിൽ നൽകിയ ഒരു വിവരണത്തിൽ നിന്ന് കാണാൻ സാധിച്ചൊരു കാര്യമാണ്. ഈ കിലോമീറ്ററോളം മണലാരണ്യം പോലെ, ഈ പുഴ മണലാരണ്യം പോലെ കിടക്കുമ്പോൾ ഒരുപാട് ദൂരം മീൻ
പിടഞ്ഞ് 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 ചാകുന്ന കാഴ്ച, കൂട്ടത്തോടെ മത്സ്യങ്ങൾ പിടഞ്ഞ് 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 ചാകുന്ന കാഴ്ച ടി വിയിൽ കാണിച്ചിരുന്നുവെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. യെശയ്യായുടെ പുസ്തകത്തിൽ 50-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൻ്റെ സമാപന ഭാഗം, എൻ്റെ കൽപ്പനയാൽ ഞാൻ കടൽ വറ്റിക്കുകയും നദികളെ മരുഭൂമിയാക്കുകയും ചെയ്യുന്നു. എൻ്റെ കൽപ്പനയാൽ ഞാൻ കടൽ വറ്റിക്കുകയും നദികളെ മരുഭൂമിയാക്കുകയും ചെയ്യുന്നു. നദികളെ മരുഭൂമിയാക്കുന്ന വിധമുള്ള ദൈവത്തിൻ്റെ ശക്തി ഈ ഭൂതലത്തിന് മേൽ വ്യാപരിക്കുന്ന കാലങ്ങളും സമയങ്ങളും ഉണ്ട്. കടലിലെ മൃഗങ്ങൾക്ക് പോലും, കടലിലെ ജീവജാലങ്ങൾക്ക് പോലും സുസ്ഥിതി നഷ്ടപ്പെടുന്ന അന്തരീക്ഷം യേശു ക്രിസ്തുവിൻ്റെ ശക്തിയാൽ ഈ ഭൂതലത്തിൽ ഉണ്ടാകുമെന്ന് വെളിപ്പെടുന്നു. പ്രൈസ് ദ ലോർഡ്. ഈ 2007 ഏപ്രിൽ തന്നെ മറ്റൊരു വാർത്ത ഞാൻ ശ്രദ്ധിച്ചത് ഇങ്ങനെയാണ്. കടലിൽ നിന്ന് കൂട്ടത്തോടെ തിമിംഗലങ്ങൾ കരയിൽ കയറി അവിടെ കിടന്ന് മരിക്കുന്ന കാഴ്ച, അവിടെ കിടന്ന് ചാകുന്ന കാഴ്ച ടി വിയിൽ പ്രദർശിപ്പിച്ചതും ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. കൂട്ടത്തോടെ മത്സ്യങ്ങൾ കരയിൽ കയറി ചത്തു കിടക്കുന്ന കാഴ്ചയും ടി വിയിൽ പ്രദർശിപ്പിച്ചത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടയാളങ്ങളാലും ശക്തമായ വെളിപ്പെടുത്തലുകളാലും തൻ്റെ 2ാമത്തെ ആഗമനത്തെ, കർത്താവിൻ്റെ ദിനത്തെ കർത്താവ് ഭൂവാസികളെ അറിയിക്കുക തന്നെ ചെയ്യും. വചനം പഠിപ്പിക്കുന്നു, അന്ന് ഞാൻ കൽപ്പന നൽകി കടൽ വറ്റിക്കും, നദികളെ മരുഭൂമിയാക്കും, ജലം ലഭിക്കാതെ അവയിലെ മത്സ്യങ്ങൾ ചത്തു ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ജലം ലഭിക്കാതെ അവയിലെ മത്സ്യങ്ങൾ ചത്തു ചീഞ്ഞു പോകും. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ ആഗമനം അടുക്കുമ്പോൾ ഭൂതലത്തിൽ അതിൻ്റെ അടയാളങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. ഇങ്ങനെ ഭൂതലത്തിൽ അതിൻ്റെ അടയാളങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവിൻ്റെ സഭാ ശുശ്രൂഷകർ, കർത്താവിൻ്റെ സഭ എന്തു ചെയ്യണം? അവർ 1 മിനിറ്റ് പോലും പാഴാക്കാതെ ഇടതടവില്ലാതെ ഓടി നടന്ന് ഒരാത്മാവിനെങ്കിൽ ഒരാത്മാവിനെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. ആത്മനാശത്തെക്കുറിച്ച് ഭാരപ്പെട്ട് പാപത്തിൽ നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് മനമുരുകി കണ്ണുനീരൊഴുക്കി അവർ ദൈവസന്നിധിയിലും ജനത്തിൻ്റെ മധ്യത്തിലും വിശ്രമമില്ലാതെ വേല ചെയ്യുന്ന മണിക്കൂറുകളും കാലങ്ങളും ആഗതമായി. എന്നാൽ സങ്കടകരമായ ഒരു കാഴ്ച നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നത് നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുക തന്നെ ചെയ്യുന്നു. മരങ്ങൾ വെക്കാനും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നിർമ്മാർജ്ജനം ചെയ്യാനും പലതരത്തിൽ ഈ പ്രകൃതിയെ, ഈ പരിസ്ഥിതിയെ പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമയവും ഊർജവും പണവും ചെലവഴിക്കുന്ന സഭാ ശുശ്രൂഷകന്മാരും സഭാ സമൂഹങ്ങളും സഭാ നേതൃത്വവും നമുക്ക് ചുറ്റിലും നാം കാണുന്നില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിപ്പിക്കരുത്. അത് തിന്മയാണ്. ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാർ, ദൈവത്തിൻ്റെ സഭ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഭാരപ്പെടേണ്ട സമയത്ത് നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഭാരപ്പെടുന്നതിന് പകരം പ്രകൃതിയുടെ നാശത്തെ ഓർത്ത് ഭാരപ്പെടാനല്ല വചനം പറഞ്ഞിരിക്കുന്നത്. ഈ പ്രകൃതി കത്തി നശിച്ചു പോകും. യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിൽ യുഗാന്ത്യത്തിൽ കത്തി നശിച്ച് ചാമ്പലാകാനുള്ളതത്രേ ഈ പ്രപഞ്ചം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിന്റെ കർത്താവിൻ്റെ മഹാദിനം അടുക്കുമ്പോൾ കർത്താവിൻ്റെ സഭ, കർത്താവിൻ്റെ ശുശ്രൂഷകന്മാർ ഏറെ വേദനയോടെ, ഏറെ കണ്ണീരോടെ കഷ്ടപ്പെടേണ്ടത് നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി അത്രേ. നശിച്ചു പോകുന്ന പ്രകൃതിക്ക് വേണ്ടിയല്ല, നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി നാം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളുടെ അന്തരംഗത്തിൽ അങ്ങയുടെ കൃപയുടെ വചനത്തെ നിക്ഷേപിക്കണമേ. ഞങ്ങളുടെ അന്തരംഗത്തിൽ അങ്ങയുടെ ഉണർവിൻ്റെ ആത്മാവിനെ നിക്ഷേപിക്കണമേ. ഈ കാലഘട്ടത്തിൽ പ്രകൃതിയുടെ നാശത്തിനേക്കാൾ ഉപരിയായി ആത്മാക്കളുടെ നാശത്തെ ഓർത്ത് ഭാരപ്പെട്ട് വേല ചെയ്യാൻ തക്കവണ്ണം സഭയെ അഭിഷേകം ചെയ്യുകയും ഞങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയും ചെയ്യണമേ. ഈ കാലഘട്ടത്തിൽ ഓടി നടന്ന് വേല ചെയ്യാൻ പവറുള്ള സഭാ സന്താനങ്ങളെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 മിനിറ്റ് ആണെങ്കിൽ 1 മിനിറ്റ്, ഒരാത്മാവാണെങ്കിൽ ഒരാത്മാവ്, എനിക്ക് എൻ്റെ കർത്താവിന് വേണ്ടി നശിച്ചു പോകുന്ന ആത്മാക്കളെ നേടണം എന്ന തീഷ്ണത കൊണ്ട്, അപ്പസ്തോലിക തീഷ്ണത കൊണ്ട് അങ്ങയുടെ സഭയെ അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ ദാസന്മാരെ, ദാസിമാരെ അഭിഷേകം ചെയ്യണമേ. നശിച്ചു പോകുന്ന ഈ പ്രപഞ്ചത്തിന് വേണ്ടിയല്ല, നശിക്കാത്ത ആത്മാക്കൾക്ക് വേണ്ടി ആ ക്ഷീണം പരിശ്രമിക്കാൻ തക്കവണ്ണം സഭയെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. പരിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവനുമായ യേശു ക്രിസ്തു ഒരിക്കൽ വാനമേഘങ്ങളിൽ മഹിമ പ്രതാപത്തോടെ എഴുന്നള്ളി വരുന്നവനായ യേശു ക്രിസ്തു ഈ നിമിഷങ്ങളിൽ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ അകൃത്യങ്ങളെ ഓർത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വേലയ്ക്കായി വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോ മകനും ഓരോ മകളും, കർത്താവിൻ്റെ നാമത്തെ അറിയുന്ന ഓരോ മകനും ഓരോ മകളും, കർത്താവിൻ്റെ സഭയിൽ അംഗമായിരിക്കുന്ന ഓരോ മകനും ഓരോ മകളും ആത്മാക്കളുടെ നാശത്തെ ഓർത്ത് ഭാരപ്പെടാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, എല്ലാ ഹൃദയങ്ങളുടെ മേലും ആത്മഭാരം നൽകണമേ. തകർന്നു പോകുന്ന ആത്മാക്കളെ കുറിച്ച് വേദനിക്കാൻ, തകർന്നു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി അധ്വാനിക്കാൻ, തകർന്നു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഭാരപ്പെടാൻ, ജീവിതത്തിൻ്റെ സമയവും ഊർജവും പണവും ജീവിതത്തിൽ എൻ്റെ ദൈവം നൽകിയിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ, ദൈവരാജ്യ വേല ചെയ്യാൻ തക്കവിധം അഭിഷേകം എല്ലാ മക്കളുടെ മേൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. തളർന്നിരിക്കുന്ന ഉണരട്ടെ കർത്താവേ, രോഗികൾ ഉണരട്ടെ കർത്താവേ, ക്ഷീണിതർ ഉണരട്ടെ കർത്താവേ, ആത്മാവിൽ മരിച്ചു പോയപ്പോൾ പുതുജീവൻ പ്രാപിക്കട്ടെ കർത്താവേ. ഈ കാലഘട്ടത്തിൽ സഭയെ ഉണർത്തുന്ന പ്രവാചകന്മാർ ജനിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ സഭയെ അഭിഷേകം ചെയ്യാൻ തക്കവിധം ശക്തിയുള്ള കർത്താവിൻ്റെ ദൂതന്മാർ ഈ കാലഘട്ടത്തിൽ ഉയർത്തെഴുന്നേൽക്കട്ടെ. കർത്താവെ, അവിടുന്ന് അങ്ങ് വാഗ്ദാനം നൽകിയിരിക്കുന്നത് പോലെ നല്ല ഇടയന്മാർ ഈ കാലഘട്ടത്തിൽ ഉയർത്തെഴുന്നേൽക്കട്ടെ. ദൈവജനത്തിന് നല്ല ഇടയന്മാർ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകട്ടെ കർത്താവെ. സഭയ്ക്ക് നല്ല ഇടയന്മാർ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകട്ടെ കർത്താവെ. അങ്ങയുടെ ഹൃദയത്തിന് ഇണങ്ങിയ ഇടയന്മാരെ ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് നൽകണമേ. അങ്ങയുടെ ഹൃദയത്തിന് ഇണങ്ങിയ ഇടയന്മാരെ ജനത്തിന് നൽകണമേ കർത്താവെ. ഒരാത്മാവ് പോലും നശിച്ചു പോകാതിരിക്കാൻ തക്കവണ്ണം ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ച് ഭാരമുള്ളവരെ ലോകത്ത് ഉയർത്തണമേ. അപ്പസ്തോലിക ചൈതന്യമുള്ളവരെ ഉയർത്തണമേ കർത്താവെ. ഏലീഷമാരെ പോലെ തീക്ഷ്ണത കൊണ്ട് ജ്വലിക്കുന്നവരെ ഉണർത്തണമേ കർത്താവെ. ഈ നിമിഷങ്ങൾ എല്ലാവരും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ നിന്ന് സുവിശേഷ വേലക്കാർ ഉയരട്ടെ, കുടുംബത്തിൽ നിന്ന് സുവിശേഷ ശുശ്രൂഷകന്മാർ ഉയരട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, കുടുംബത്തിൽ നിന്ന് ശാപങ്ങൾ വിട്ടുപോകട്ടെ, കുടുംബത്തിൽ നിന്ന് എല്ലാ തിന്മയുടെ അരൂപികളും വിട്ടുപോകട്ടെ, കുടുംബങ്ങളിൽ നിന്ന് രോഗങ്ങൾ വിട്ടുപോകട്ടെ, കുടുംബങ്ങളിൽ നിന്ന് തകർച്ചകൾ വിട്ടുപോകട്ടെ, കുടുംബങ്ങളിൽ നിന്ന് കലഹങ്ങൾ വിട്ടുപോകട്ടെ, കുടുംബങ്ങളിൽ നിന്ന് അവിശ്വാസം വിട്ടുപോകട്ടെ, അന്ധകാര ചിന്തകൾ വിട്ടുപോകട്ടെ, ജഡിക പാപത്തിൻ്റെ ആധിപത്യങ്ങൾ തകർന്നു പോകട്ടെ, കുടുംബത്തിൻ്റെ ഭാരങ്ങൾ മാറി കുടുംബത്തിൽ വിശ്വാസം ജ്വലിക്കട്ടെ, തീക്ഷ്ണത ഉണ്ടാകട്ടെ, പ്രേക്ഷിത തീക്ഷ്ണത കൊണ്ട് നിറയട്ടെ. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കഷ്ടപ്പെടാൻ, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ത്യാഗം സഹിക്കാൻ, ഉപവസിക്കാൻ ധാരാളം വീരന്മാരെ ഈ കാലഘട്ടത്തിൽ സഭയിൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു, ഓരോ വ്യക്തികളെ അനുഗ്രഹിക്കുന്നു, ഓരോ വ്യക്തികളെ ആശീർവദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ, കണ്ണുനീരോടെ ഈ സമയം അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന ദൈവജനത്തിൻ്റെ എല്ലാ കണ്ണുനീരും എല്ലാ യാതനകളും അവിടുന്ന് കരുണാപൂർവ്വം ആശീർവദിക്കണം. എൻ്റെ വീട് മണ്ണൂത്തിയാണ്. ഞാൻ ചികിത്സിക്കുന്ന ഒരു കുട്ടിയുടെ സാക്ഷ്യത്തിന് വേണ്ടി ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ രണ്ട് ചെവിടിൻ്റെയും കേൾവി പോയായിരുന്നു. അത് 3-4 കൊല്ലമായിട്ട് എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞിട്ട് ഒരു ചെവി കേൾക്കില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് എൻ്റെ വരെ പറഞ്ഞ ചികിത്സയ്ക്ക്. അതൊരുന്ന് കരയണം. എൻ്റെ അച്ഛനും അമ്മയൊക്കെ എൻ്റെ അടുത്ത് നിന്ന് കരയുമ്പോഴേക്ക് ഇവിടുത്തെ വെളിച്ചെണ്ണ കൊണ്ടത് എൻ്റെ വൈഫ് എൻ്റെ ചെവിടിൽ ഒഴിച്ചു കൊടുത്തു. ആ നിമിഷം ആ കുട്ടിയുടെ ചെവിട് കേട്ടു. ആ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ. ഹല്ലേലൂയ. ഡോക്ടർ മുക്കാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഡോക്ടറെ ട്രീറ്റ്മെൻറ്റിൽ ഇരുന്നൊരു കുട്ടി 2 ചെവിയും കേൾക്കാത്ത കുട്ടിയായിരുന്നു അല്ലേ? 2 ചെവിയും കേൾക്കാത്ത കുട്ടി. ആ കുട്ടിയുടെ മാതാപിതാക്കന്മാർ നിസ്സഹായരെ കരയുമ്പോൾ ഈ ഡോക്ടറിൻ്റെ വൈഫ് വെഞ്ചിരിച്ച എണ്ണ, നമ്മുടെ ധ്യാനകത്തിൽ നിന്ന് കൊണ്ടുവന്ന് വെഞ്ചിരിച്ച എണ്ണ ആ കുട്ടിയുടെ ചെവിയിൽ ഒഴിക്കുകയും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ കുട്ടിയുടെ ചെവി അത്ഭുതകരമായി കേട്ടു. പഠിക്കുന്ന കുട്ടിയാണ്, BSc പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ ചെവി കർത്താവ് കേൾവിശക്തി കൊടുത്ത് അനുഗ്രഹിച്ച് ഡോക്ടർ അത് സാക്ഷ്യപ്പെടുത്തുന്നു. കൈയടിച്ച് സ്വയമാണ്. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ,
യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. ഞങ്ങളുടെ അഡ്രസ്: ഡയറക്ടർ, സെഹിയോൻ ധ്യാന കേന്ദ്രം, താവളം PO, അട്ടപ്പാടി, പാലക്കാട് ജില്ല, കേരള. പിൻ 678589. ഫോൺ 04924253333 ആൻഡ് 253647. ഞങ്ങളുടെ ഇമെയിൽ ID sehion@gmail.com. വെബ്സൈറ്റ് www.sehion.org. ദിവ്യകാരുണ്യനാഥനാം ദൈവമേ, ദിവ്യകാരുണ്യാമൃതം നീ ചൊരിയൂ. ദിവ്യസൂര്യനാമേശുവേ രക്ഷക, ദിവ്യസ്നേഹാഗ്നിജ്വാലയായി നീ നിറയൂ. കാരുണ്യനാഥനാം ദൈവമേ, ദിവ്യകാരുണ്യാമൃതം നീ ചൊരിയൂ. ദിവ്യസൂര്യനാമേശുവേ രക്ഷക, ദിവ്യസ്നേഹാഗ്നിജ്വാലയായി നീ നിറയൂ.